ഹായ് ഫ്രണ്ട്സ്, ആൽമോസ്റ്റ് പി എസ് സി ചാനലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു 6 പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഒരു വിഷയം എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയാണ്. എന്താണ് വൈക്കം സത്യാഗ്രഹം? PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് ഞാൻ എടുത്തു പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴി എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. എങ്ങനെയാണ്? വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴി എല്ലാവർക്കും, ഹിന്ദുക്കൾക്കല്ല എല്ലാ ജാതിക്കാർക്കുമായിട്ട് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഒറ്റ പോയിന്റ് റെഡിയായില്ലേ? ഇനി ഇത് നടന്ന വർഷം 1924. എന്താണ്? 1924. 1900 എന്നുള്ളത് ഓർത്ത് വെക്കുക. വൈ ഇക്കം 2 അക്ഷരം, അപ്പം 2 എന്നുള്ളത് കിട്ടും. 1920 ഈ 2ന്റെ ഇരട്ടി 4, അങ്ങനെ 1924 വൈക്കം സത്യാഗ്രഹം എന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്ന വർഷം. എന്തായാലും വൈക്കം സത്യാഗ്രഹം 1924 ആണെന്നറിയാലോ, അതോർത്ത് വെക്കുക. പിന്നെ നമ്മുടെ കേരളപ്പിറവിയുടെ അന്നാണ് ഈ സംഭവം, നവംബർ 1. അപ്പം 1924 നവംബർ 1 പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്ന വർഷം. അപ്പം അത് മനസ്സിലായില്ലേ? ഇനി അടുത്തത്, സവർണ ജാഥ നടന്ന സ്ഥലം അതെവിടെയാണ്? വൈക്കം തൊട്ട് തിരുവനന്തപുരം വരെ. ഒന്നുകൂടെ ആവർത്തിക്കുക, വൈക്കം തൊട്ട് തിരുവനന്തപുരം വരെ. വർഷം മറന്നു പോകരുത്, 1924. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭൻ നിവേദനം സമർപ്പിച്ച ഭരണാധികാരി. അപ്പോൾ ആ ഭരണാധികാരിയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മഹാറാണി സേതു ലക്ഷ്മിബായി എന്നാണ് പേര്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭൻ നിവേദനം സമർപ്പിച്ചു. ആർക്ക് സമർപ്പിച്ചു? മഹാറാണി സേതു ലക്ഷ്മിബായിക്ക്. ഇനി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അമ്മ എന്ന അനുഭവ ഭാഗമായിരിക്കുന്ന കൃതി, അമ്മ എന്ന അനുഭവ കഥ ഭാഗമായിരിക്കുന്ന കൃതി ഓർമ്മക്കുറിപ്പ് എന്നാണ് പറയുന്നത്. അപ്പം അമ്മ എപ്പോഴും കുറേ ഓർമ്മകൾ തരുന്ന ആളാണ് അല്ലേ? അമ്മ എപ്പോഴും നമ്മൾ ഓർക്കും. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് അമ്മ ഓർമ്മക്കുറിപ്പെന്ന് ഓർത്ത് വെക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൽമോസ്റ്റ് PSC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സീ യു സൂൺ.